ഇറാനിൽ അമേരിക്ക ആക്രമണം കടുപ്പിച്ചുവെന്ന വാർത്തകൾ വരുന്നു. ടെഹ്റാനിൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ആയുധ ശേഖരം വിശാലമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ 1332 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് വരുമ്പോൾ ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 217 പേരും കൊല്ലപ്പെട്ടു. ഇറാനും തിരിച്ചടി തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുന്നു. പലയിടങ്ങളിലായി, പല ഘട്ടങ്ങളിലായി, പല സമയത്തായി. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസ് ചേരും. അതുപോലെ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, എന്തൊക്കെയാണ് നമുക്ക് രാവിലെ ലഭിക്കുന്ന വിവരം? ശരിക്കും ഡൊണാൾഡ് ട്രംപ് നിരുപാധികമായി കീഴടങ്ങാതെ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് എസ്കെൻ, ഗുഡ് മോർണിംഗ് ജെയിംസ്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്ത എന്ന് പറയാവുന്നത് പശ്ചിമേഷ്യയിലുള്ള US മിലിറ്ററി ബേസുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ റഷ്യ ഇറാൻ സൈന്യത്തിന് കൈമാറുന്നതായിട്ട് US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ ഇറാന് സാധിക്കും. എന്നാൽ ഈ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് റഷ്യ ഇറാനോട് നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ചുള്ള തെളിവുകളൊന്നും അമേരിക്കയുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, ആണവ പദ്ധതിയുടെ പേരിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇറാനുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ലി റിലേഷൻ കൊണ്ടു നടക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. യുക്രൈൻ യുദ്ധത്തിൽ നമുക്കറിയാം, ഇറാൻ നൽകിയ അവരുടെ ഡ്രോണുകൾ റഷ്യയും അതുപോലെ പുടിനെയും ഒരു പരിധിവരെ സഹായിച്ചതായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ റഷ്യയുടെ ഈ രഹസ്യാന്വേഷണ സഹായത്തെ വൈറ്റ് ഹൗസ് പ്രതിനിധി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറഞ്ഞത്, റഷ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടോ എന്നത് നിലവിലെ സൈനിക നീക്കങ്ങളെ ബാധിക്കില്ല. കാരണം അമേരിക്ക ഇറാനെ പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ഈ നീക്കത്തിന് തിരിച്ചടി നൽകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അത് പ്രസിഡന്റ് തന്നെ നേരിട്ട് പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കാരൻ ലെവിറ്റ് ചെയ്തത്. അതേസമയം റഷ്യയുടെ നീക്കത്തെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് വ്ളാദിമിർ പുടിനുമായിട്ട് സംസാരിച്ചു എന്ന ചോദ്യത്തിനും കാരൻ കൃത്യമായിട്ട് മറുപടി നൽകിയില്ല. അതേസമയം ഇറാൻ സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് റഷ്യൻ വക്താവ് ഡിമിട്രി പെസ്കോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ തുടരുമെന്നും എന്നാൽ യുദ്ധം തുടങ്ങിയ ശേഷം എന്തെങ്കിലും തരത്തിലുള്ള സൈനിക അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സഹായം നൽകിയോ എന്ന ചോദ്യത്തിന് അദ്ദേഹവും കൃത്യമായിട്ട് ഒരു മറുപടി നൽകിയിട്ടില്ല. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മധ്യസ്ഥ ചർച്ചകളെ കുറിച്ച് ചില സൂചനകൾ നൽകിയതിനാണ് ഡൊണാൾഡ് ട്രംപ് മറുപടി ഇന്ന് രാവിലെ നൽകിയത്. മസൂദ് പറഞ്ഞത് ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടും മേഖലയിൽ ഒരു നല്ല സമാധാനമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതുമാണ് പറഞ്ഞത്. എന്നാൽ ഈ മധ്യസ്ഥ വഹിക്കുന്ന രാജ്യങ്ങളുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഫ്രാൻസും ഖത്തറും ആകാനാണ് അതിന് സാധ്യത. കാര്യം അബ്ബാസ് അറാഖ്ചി തുടർച്ചയായിട്ട് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മറുപടിയായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നിരുപാധികമായ കീഴടങ്ങളല്ലാതെ ഇറാന്റെ കാര്യത്തിൽ മറ്റ് ഒരു കരാറിനുമില്ല, യുദ്ധം തുടരുമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പുതിയൊരു നേതാവിനെ കണ്ടെത്തുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയോടും ഇസ്രായേലിനോടും വളരെ ഫ്രണ്ട്ലി അപ്രോച്ചുള്ള ഒരു പുതിയ ലീഡർഷിപ്പാണ് ആഗ്രഹിക്കുന്നത് ട്രംപ് പറഞ്ഞു. ട്രംപ് അത് മാത്രമല്ല, ഒരു ഡെമോക്രസി ഗവൺമെന്റ് വന്നില്ലെങ്കിലും പ്രശ്നമില്ല, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മത നേതാവായാൽ പോലും അംഗീകരിക്കാൻ തയ്യാറാണ്. അതേസമയം അമേരിക്ക ലക്ഷ്യമിട്ട പ്രധാന സൈനിക നീക്കങ്ങൾ അതിവേഗം ഫിനിഷിംഗ് പോയിന്റ് അടുക്കുകയാണെന്നാണ് ഇറാനിലെ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്ന പെന്റഗന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഇന്ന് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിന് വളരെ തിരക്കിട്ട ദിനമായിരുന്നു. 7 ഡിഫൻസ് കോൺട്രാക്ടറുമായിട്ട് ആയുധങ്ങളുടെ പ്രൊഡക്ഷൻ ഏതാണ്ട് 4 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും കൊടുത്തു കഴിഞ്ഞു. അതുമാത്രമല്ല, SKN ഇന്ന് ഒരു പ്രത്യേക അതിഥി കൂടി വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. മാർച്ച് മാസത്തിൽ നമ്മുടെ നാട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന അദ്ദേഹം ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ചായ കുടിച്ച് അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ നൽകിയാണ് പിരിഞ്ഞത്. തന്നെയുമല്ല, ക്യൂബയുടെ മുകളിൽ ഒരു നോട്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കൈയടിച്ചു. അതും വലിയ വിമർശനം വന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, ഫുട്ബോൾ താരം മെസ്സി ആയിരുന്നു. SKN. ഓക്കെ, താങ്ക് യു. മെസ്സി അവിടെ പോയല്ലേ ചായ കുടിക്കാൻ. അപ്പോൾ താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.